റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിനായി മുനമ്പം ജനത നയിക്കുന്ന നിരാഹാര സമരം 84-ാം ദിവസത്തിലേക്ക്. സമരത്തിന്റെ ഉദ്ഘാടനം ഫാദർ ആന്റണി സേവ്യർ തറയിൽ CP നിർവഹിച്ചു. റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിനായി മുനമ്പം ജനത നടത്തുന്ന നിരാഹാര സമരം 84-ാം ദിനത്തിലേക്ക് കടന്നു. 83-ാം ദിന സമരത്തിന്റെ ഉദ്ഘാടനം ഫാദർ ആന്റണി സേവ്യർ തറയിൽ CP നിർവഹിച്ചു. അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ മുനമ്പം വിഷയം തീർച്ചയായും അവതരിപ്പിക്കുമെന്ന് മുൻ ആഭ്യന്തര മന്ത്രിയും മുൻ പ്രതിപക്ഷ നേതാവുമായിരുന്ന രമേശ് ചെന്നിത്തല ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസാരിച്ചു. അവൻ നമ്മുടെ അഭിപ്രായങ്ങൾ സർക്കാരിന്റെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള ഒരു വേദി ഉണ്ടാകുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ കാര്യം. കേരളം പോലെ സംസ്ഥാനത്ത് 83 ദിവസക്കാലമായി സമരം ചെയ്ത ആരുമാകട്ടെ ആ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളെ വിളിച്ചു വരുത്തി ഒരു ചർച്ച ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമായിരുന്നു. അങ്ങനെ ഒരു ചർച്ച ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ സമരം ഇത്രയും ദിവസം നീട്ടിക്കൊണ്ടു പോകേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പോഴാണ് ഗവൺമെന്റ് ഒരു കമ്മീഷൻ വെച്ചു. ഞാൻ ആ കമ്മീഷന്റെ ആളുമായിട്ട് കമ്മീഷൻ ജസ്റ്റിസ് ശ്രീ രാമേന്ദ്രൻ നായരുമായിട്ട് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ സംസാരിച്ചു. അദ്ദേഹം എന്നോട് അവരെ ഏൽപ്പിച്ച കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. അപ്പൊ അദ്ദേഹം കമ്മീഷൻ നാളെ ഇവിടെ സിറ്റിംഗ് നടത്തുന്നുണ്ട്. പരാതികൾ കൊടുക്കേണ്ടവർക്കെല്ലാം പരാതികൾ കൊടുക്കാനുള്ള അവസരമുണ്ട് എന്ന്. അപ്പൊ സർക്കാർ ചെയ്യേണ്ടതായിരുന്നു, അത് വേറെ കാര്യം. അപ്പൊ കമ്മീഷൻ വന്ന് ഈ വിവരങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും പരാതി നിങ്ങൾ നൽകണം. അത് നൽകാതിരിക്കേണ്ട. എല്ലാവരും നമ്മുടെ ഇവിടെ പറഞ്ഞ അഭിപ്രായങ്ങളും നിങ്ങളുടെ ന്യായമായ ആവശ്യങ്ങളുമെല്ലാം അവിടെ കൊടുക്കണം. മുൻ പാർലമെന്ററി അംഗം KP ധനപാലൻ, MLA ചാണ്ടി ഉമ്മൻ, MLA TJ വിനോദ്, MLA റോജി M ജോൺ, MLA അൻവർ സാദത്ത്, മുൻ മന്ത്രി ഡൊമിനിക് പ്രസന്റേഷൻ, മുൻ MLA ജോസഫ് വാഴക്കൽ തുടങ്ങിയവർ എത്തിച്ചേർന്നു. 22 പേർ നിരാഹാരമിരുന്നു. ന്യൂസ് ബ്യൂറോ, പറവൂർ. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.